നിങ്ങളുടെ പരിപാടിക്ക് പറ്റിയ സ്ഥലം ഇത് കേട്ടോ. അതെ അതെ. എന്നിട്ട് ഇവരുടെ വർക്ക് തീർത്ത് കഴിഞ്ഞിട്ടാ വേറെ വർക്ക് പിടിക്കാവുള്ളൂ. അതത്രേ ഉള്ളൂ. പാവം ഇതുങ്ങൾ കൂട്ടി പോകരുത്. ഇവിടെ ബ്രോക്കറെ ഇവിടെ മുമ്പ് ഒരു ഹോട്ടലായിരുന്നില്ലേ? ഹോട്ടലായിരുന്നേ, അതെല്ലാം നിർത്തി പോയി. ആണോ? ഹലോ. ആ ചേട്ടാ, അന്ന് കണ്ടു വെച്ച് ഞങ്ങൾ ചെറിയൊരു പ്ലാൻ വരച്ചിട്ടില്ലേ? ഓ, ഇത് കണ്ടില്ലേ? ഇവിടെ നമുക്ക് ചെറിയൊരു റിസപ്ഷൻ ടേബിൾ വരണം. ഇവിടെ നമുക്കൊന്ന് ഇരിക്കാൻ. പിന്നെ ഇവിടെ ഒരു സോഫ, ആരെങ്കിലും വെയിറ്റ് ചെയ്യുമ്പോൾ ഇരിക്കാൻ. പിന്നെ ഇവിടെ നമ്മൾ വർക്ക് ഏരിയയിലോട്ട് പോകുമ്പം ഇവിടെ ഒരു ഡിവൈഡർ വേണം. ഇത് കണ്ടില്ല, ഇങ്ങനൊരു ഡിവൈഡർ വേണം. പിന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ മെയിനായിട്ടും മുടി വെട്ടുന്നതും പരിപാടികളൊക്കെ. അപ്പോൾ ഒരു 2 ചെയർ, ഒരു കണ്ണാടി. പിന്നെ ഇതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഡിവൈഡർ പോലെ വേണം, കുറച്ച് കണ്ണാടിയൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഈ ത്രെഡിങ്ങും ഫേഷ്യലും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ 2 ചെയറും ഒരു വലിയൊരു മിററും വേണം. പിന്നെ ഇപ്പുറത്താണ് നമ്മൾ സ്പാ, വാക്സിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ. സോ കുറച്ച് പ്രൈവസി വേണം. അപ്പം ഇതിൽ കാണിക്കുന്ന പോലെ നമുക്ക് 2 ചെറിയ ഡിവൈഡറൊക്കെ വെച്ച് ഒരു കർട്ടനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഫോൾ സീലിങ്ങിൻ്റെ കൂടെ പിന്നെ ചേട്ടാ ഈ ലീക്ക് ഒന്ന് ശരിയാക്കണം. ഞാനാണല്ലോ പറയുന്നത്. ബ്രോക്കറെ ഓ, ഇനി വന്നേ, ഞാൻ വിളിക്കാവേ. എന്നാ മേശ്രീ? അത് കണ്ടോ? ഓ, വെള്ളം പനയ്ക്കുന്നുണ്ടല്ലേ? ആദ്യം മുകളിൽ അത് വേണം ആദ്യം ശരിയാക്കാൻ. എൻ്റെ മേശ്രി, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഓണർ നമ്മുടെ സ്വന്തം ആളല്ലേ? അതേ മോളെ, ഈ മേശ്രി കാര്യം പറഞ്ഞ അടിപൊളി പാറ്റിയാ. പക്ഷേ ഈ ബാർബർ ഷോപ്പ് ഒന്നും പറഞ്ഞത് അത്ര വലിയ ശീലമൊന്നുമില്ല പുള്ളി. ബാർബർ ഷോപ്പല്ലേ ചേട്ടാ, ബ്യൂട്ടി പാർലർ. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഏകദേശം ഇത്രയൊക്കെ വരും. ചേട്ടാ, എന്താന്ന് വെച്ചാലേ കയ്യിലുള്ളതെല്ലാം നുള്ളിപ്പെറുക്കി ഇങ്ങോട്ട് വന്നത്. പോരാത്തതിന് കുറച്ച് കടം വാങ്ങിയിട്ടുണ്ട്. ചേട്ടനെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കണം. കുറച്ചൊക്കെ പണി ഞങ്ങളും ചെയ്തോളാം. എന്നാ പിന്നെ എല്ലാം ഓക്കെ അല്ലേ? സംഗതി എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. നമുക്കൊന്ന് ഇറങ്ങിയാലോ? വാ മേശ്രി. ചേട്ടാ, പ്ലാൻ ഇത് വെച്ചോ. ഞാനേ പിടിന്നിട്ട് ശരിയാക്കാൻ. ഞാനിതങ്ങ് അടയ്ക്കാം. ചേട്ടാ, ഞാൻ ചെയ്തോളാം. ആയിക്കോട്ടെ. പാട് വരും. നിങ്ങൾ ചായ കുടിച്ചായിരുന്ന? ഇല്ല. ചായ കുടിക്കാം. മേസ്ത്രി, എങ്ങനെ ഇവിടുത്തെ പണിയുടെ കാര്യം? പണിക്കാരൻ ഞാൻ കൊണ്ടുവരണോ അതോ മേസ്ത്രി കൊണ്ടുവരും? ഇപ്പൊ ആൾറെഡി 2 പണിക്കാരുണ്ടല്ലോ. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവരോ? അവര് പണിയാന്നല്ലേ പറയണേ. ചേട്ടാ, അന്ന് പറഞ്ഞ ഓട്ടോക്കാരൻ്റെ കാര്യം എന്തായി? അവനാ വിനയന്റെ കടയിലേക്ക് വരുമ്പോ ഇവിടെ സാധനം ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാ, കേറി വാ. നമ്മുടെ സ്വന്തം കടയാ. അല്ല മക്കളെ, ഇയാളെയാണോ പണി ഏൽപ്പിച്ചേക്കുന്നേ? ഈ പരിപാടി ഉടനെ തുടങ്ങാൻ പ്ലാനൊന്നും ഇല്ലല്ലേ? അറിയാച്ചോ? ഓ, ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ എടുക്കണോ? ഞാൻ സതീശൻ മുണ്ടകൊല്ലി, മെമ്പറാണ്. ആനി. ഓ, ശില്പ. എന്തോ? ശില്പ. ഈ തോമാച്ചന്റെ ബിൽഡിങ്ങിലാണല്ലേ നിങ്ങൾ കട തുറക്കാൻ പോകുന്നത്? ഞാൻ അറിഞ്ഞായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. സ്വന്തം നാട് പോലെ കരുതാം. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. അതെ, നീ തരാനുള്ള പറ്റിങ്ങ ഇല്ല, ഞാൻ ചൂടാവും.